അങ്ങനെ ഇവള് ഷിയാനോട് ചെന്ന് നിങ്ങളെന്താ ഇവിടെ അടുത്ത ആഴ്ച വരൂന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ഇവളോട് എനിക്ക് അതിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാ വന്നത് എന്ന് പറയുമ്പോ ഇവള് ഓ അതുകൊണ്ടാണോ അല്ല അസിസ്റ്റന്റ് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ എന്താ നിനക്ക് അവനെ കാണണോ എന്ന് ചോദിച്ച് ഷിയാൻ പിണങ്ങുന്നു. അപ്പൊ ഇവളും ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ അയാളെ ഞാൻ എന്തിനാ കാണുന്നത് എന്ന് ചോദിച്ചിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ഇവള് അകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോ ഷിയാൻ ഇവളുടെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നീ നിന്റെ ഫ്രണ്ട്സിനോടൊപ്പാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഷോയിയെ വിളിച്ച് കാറിൽ അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവൾ ആ ഒരു കാര്യം പറയാത്തതിന്റെ പേരില് ഇവൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഷോയി ഞാനത് പ്ലാൻ ചെയ്തതൊന്നുമല്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് റോവോ അവൾ എന്നോട് ആഘോഷിക്കാൻ വന്നതാ, നിങ്ങളില്ലാത്തത് കൊണ്ട് ഞാനും ഓക്കെ പറഞ്ഞു, നിങ്ങൾ വരുന്ന കാര്യം എന്നോടും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഷിയാൻ ഒന്നും മിണ്ടുന്നില്ല, പിണങ്ങിയിരിക്കാണ്. അപ്പോ ഇവള് അഭിനയിച്ച് അടവെടുക്കുമ്പോ ഷിയാൻ പിന്നെ തോറ്റു കൊടുക്കുന്നു. അല്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നിവള് ചോദിക്കുമ്പോ ഷിയാൻ നക്ഷത്രങ്ങളെ കാണാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോ ഇവളത് കേട്ട് ഒന്ന് ഞെട്ടുന്നു. അന്ന് ഇവള് പറഞ്ഞിരുന്നല്ലോ നമുക്ക് നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ പോവാന്ന്. സോ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവൻ ഇപ്പോ നാട്ടിലേക്ക് തിരിച്ച് എത്തിയിരിക്കുന്നത്. അല്ല അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ എല്ലാ കാര്യങ്ങളും അതിന് മുന്നേ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു. അത് മാത്രമല്ല ഇവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള ഫ്ലവേഴ്സ് കറക്റ്റ് 12 മണിക്ക് തന്നെ കൊണ്ടെത്തിക്കണം എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അറേഞ്ച് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഷിയാൻ ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിലേക്ക് ഇവർ രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. സമയമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിന്നർ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവര് രണ്ടുപേരും ഇപ്പൊ വളരെ സന്തോഷത്തിലാണ് ഉള്ളത്. അവരുടെ ഫസ്റ്റ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണല്ലോ. അപ്പോ ഇവിടെ ഷിയും യുവിന് ഹാപ്പി ന്യൂ ഇയർ, ഫുഡ് കഴിച്ചോ, ആഘോഷങ്ങളൊക്കെ എവിടെ വരെയായി, ഫ്രണ്ട്സ് ഉണ്ടോ അതോ ഒറ്റയ്ക്കാണോ, ഒറ്റയ്ക്കാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വരാം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ ഇവനും അത് കാണുന്നുണ്ട്. അവനവന്റെ പാരന്റ്സിനോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴേക്കും ഇവന്റെ അമ്മ ഇവനെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇവൻ ഈ ഫോണിൽ ആർക്കാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പമ്മി നോക്കാനായിട്ട് വരുന്നു. പക്ഷെ യു അത് കണ്ട് അമ്മ എന്ന് വിളിക്കുമ്പോ എടാ ഞാൻ നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കാ ഫുഡ് കഴിക്കാൻ, ഫുഡ് എടുത്തു വെച്ചിരിക്ക വന്നേ എന്ന് വിളിച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ യുവും ഇവൾക്ക് റിപ്ലൈ കൊടുക്കാതെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അപ്പോ ഇവിടെയും ഇവരെല്ലാരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹോട്ടലിലും ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി എന്ന് അറിയിക്കുന്നത് കൊണ്ട് തന്നെ ഇവരും മുകളിലേക്ക് പോകുന്നു. അപ്പോ അവിടെ നല്ല തണുപ്പായത് കൊണ്ട് തന്നെ ഷോയ്ക്ക് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഷിയാൻ അവളെ കൂടെ ഇവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നു. സോ അങ്ങനെ അവരുടെ ആ ഒരു ഫസ്റ്റ് ന്യൂ ഇയർ വളരെ സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ റിവോ അവള് ഒട്ടും ഹാപ്പി അല്ല, വളരെ ഒറ്റപ്പെട്ട് ഒരു ആഘോഷം ഇല്ലാതെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഷിയൂനും അവളുടെ അച്ഛൻ ഇവരുടെ കൂടെ ആഘോഷങ്ങൾക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല സങ്കടത്തിലാണ്. അദ്ദേഹം ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അപ്പോഴേക്കും ഗുവാനും വളരെയധികം റുവോയെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവളെ വിളിക്കുന്നു. അപ്പൊ അവളുടെ ആ ഒരു ഭാഗത്ത് നിന്ന് വളരെ ശാന്തമായിട്ടുള്ള ഒരു സൗണ്ട് ആണ് ഇവൻ കേൾക്കുന്നത്. ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ നീ പുറത്തൊന്നും പോയില്ലേ എന്ന് ഇവൻ ചോദിക്കുമ്പോ ഞാൻ പോയി, ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളൂ, നീയോ നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം ആണല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ ഫാമിലിയോടൊപ്പമാണ് എന്ന് പറയാനാണ് വരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഷിയു വന്ന് ഗുവാൻ വാ ടൈം ആവാറായി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇവനെ വിളിക്കുന്നതും ഇവനിപ്പോ ഉള്ളതും ഗുവാന്റെ ഗേൾ ഫ്രണ്ട്സിനോടൊപ്പം ആണ് എന്നാണ് റുവോ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഫ്രണ്ട് വിളിക്കുന്നു, ചെല്ല് അവര് വെയിറ്റ് ചെയ്യല്ലേ, എന്നെയും ഇവിടെ എന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യാണ്, പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് അവള് ഫോൺ വെക്കുന്നു. പക്ഷെ ഇവള് വളരെ നിരാശയിലും സങ്കടത്തിലൊക്കെയാണ്. അതുപോലെ തന്നെ ഗുവാനും അത്ര ഹാപ്പി ഒന്നും അല്ല. അപ്പൊ എല്ലാവർക്കും ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറാനായിട്ട് ആ ഒരു വിഷ് വിളിച്ചു പറയുകയും അതുപോലെ തന്നെ പ്രപ്പോസ് ചെയ്യുകയും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. എന്നാൽ അപ്പൊ ഷിയാന് ഇവളോട് ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇവന്റെ ഇഷ്ടം പറയാനുള്ള സമയം എന്ന് മനസ്സിലാക്കി ഇവളോട് അത് പറയാൻ വരുമ്പോഴേക്കും ഷൂയി അവളുടെ വിഷ് ആയിട്ട് വിളിച്ചു പറയുന്നത് അവളുടെ ആ ഒരു ഈ മാഗസിൻ അപ്ഗ്രേഡ് ചെയ്യണം, അത് ഈ വർഷം സക്സസ്ഫുൾ ആവണം, എനിക്ക് ഏറ്റവും മികച്ച ആർട്ടിക്കിളുകൾ എഴുതാൻ സാധിക്കണം എന്നൊക്കെയാണ്. അവള് പ്രണയത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഷിയാനെ കുറിച്ചും പറയുന്നില്ല. അതിവന് നല്ല ഫീൽ ആവുന്നു. പക്ഷെ അതിനുശേഷം ഷൂയി ഇവനോട് അവളുടെ ആ ഒരു മനസ്സിലെ ഇഷ്ടം പറയാൻ വരുമ്പോ ഇവനോ ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇവൾക്കറിയാം ഇവന് അവളോട് ഇഷ്ടമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇവളുടെ ഇഷ്ടം തുറന്നു പറയാൻ വരുമ്പോഴേക്കും ഇവൻ മുന്നേ തന്നെ ഫ്ലവേഴ്സ് ഏർപ്പാട് ചെയ്തിരുന്നല്ലോ ഇവളെ പ്രപ്പോസ് ആക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോ വന്നിട്ടുണ്ട് എന്ന് അവിടുത്തെ സ്റ്റാഫ് വന്ന് പറയുമ്പോ ഷൂയിയും വിചാരിക്കുന്നത് അത് അവൾക്ക് വേണ്ടി ആയിരിക്കും എന്നാണ്. എന്നാൽ ഷിയാൻ ഇപ്പൊ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഇവനെ കുറിച്ച് ഒരു കാര്യം പോലും പറയാത്തത് കൊണ്ട് തന്നെ ഇവളുടെ ലൈഫിൽ തനിക്ക് അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീൽ ആയിട്ട് ആ ഫ്ലവേഴ്സ് എന്റെ വീട്ടിൽ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്
അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. അത് കണ്ട് ഇവൾക്കും നല്ല ഫീൽ ആവുന്നു. അതുകൊണ്ട് തന്നെ ഷിയാനോട് ആ ഫ്ലവേഴ്സ് ഒക്കെ ആർക്കാണ് എന്ന് ചോദിക്കുമ്പോ ഇവൻ അതെന്റെ സിസ്റ്ററിനുള്ളതാണ്, പുള്ളിക്കാരിക്ക് ഫ്ലവേഴ്സ് വലിയ ഇഷ്ടമാണ് എന്ന് പറയുമ്പോ ഇവളെ മനസ്സില് എന്തൊരു കഷ്ടവാ, ഞാനിപ്പോ എന്റെ റിലേഷൻഷിപ്പിന് വേണ്ടിയും കരിയറിന് വേണ്ടിയും ഒരുമിച്ചല്ലേ ആഗ്രഹം പറഞ്ഞത്, എന്നിട്ടിപ്പോ തുടക്കത്തിലെ തന്നെ ഷിയാനുമായിട്ടുള്ള അകൽച്ചയാണല്ലോ കാണിക്കുന്നത്, ഞങ്ങളെ അകറ്റാണോ എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. ഇവള് അവളുടെ കരിയർ സക്സസ്ഫുൾ ആവണം എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അവളുടെ മനസ്സ് ഫുള്ള് ഷിയാനോടൊപ്പമുള്ള ആ ഒരു റിലേഷനും സക്സസ് ആവണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവളെ വിളിച്ചു കൂവിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഷോയി ഇവനോട് നിങ്ങളെ വിഷൊന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ ചെയ്തു, നീ പറഞ്ഞതുപോലെ നിന്റെ ഈ മാഗസിൻ തുടങ്ങാനുള്ള എല്ലാ സക്സസ് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിച്ചത് എന്ന് പറയുമ്പോ ഇവളും താങ്ക്സ് പറഞ്ഞിട്ട് ഇവന്റെ കരിയറിലും ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഇവൾക്കും അത് കേട്ട് നല്ല ഫീൽ ആവുന്നുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഇവൻ, സോ അതുകൊണ്ട്. പക്ഷേ ഷിയാൻ ഇവന്റെ കയ്യില് ഒരു ലെറ്റർ പിടിച്ചാണ് നിൽക്കുന്നത്. ഷൂയി, നീയാണ് എന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയ ഒരു ലെറ്റർ. പക്ഷെ അത് ഇവൻ ഇവളെ കാണിക്കുന്നില്ല, അത് മടക്കുന്നു. എല്ലാം കൊണ്ടും ഇവൻ ഇവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷേ അവളുടെ വിഷ് പറഞ്ഞതോടുകൂടി ഇവന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ ഗുവാനും വളരെ നിരാശയിലാണ്. എന്നിരുന്നാൽ പോലും അവൻ റോയ്ക്ക് ന്യൂ ഇയർ വിഷൊക്കെ അയക്കുന്നുണ്ട്. പക്ഷെ അവളത് കാണുന്നുണ്ട്, എന്നാൽ അവള് റിപ്ലൈ ഒന്നും നൽകുന്നില്ല. ഷിയും ആ ഒരു ഫയർ വർക്സും കാര്യങ്ങളൊക്കെ യുവിനെ സെൻഡ് ചെയ്തിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു, അവിടെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് യു പറയുന്നു. അപ്പോ ഇവള് അടുത്ത വർഷമെങ്കിലും നമുക്ക് ഒരുമിച്ചൊരു ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുമായിരിക്കോ എന്ന് ചോദിക്കുമ്പോ യു കുറച്ചു സമയത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് ആലോചിച്ചിട്ട് ഇവൾക്ക് നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് റിപ്ലൈ കൊടുക്കുന്നു. അപ്പൊ ഇവള് അതൊന്ന് ശ്രമിച്ചു പോലും നോക്കാണ്ട് എങ്ങനെയാ പറയാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ റിലേഷൻഷിപ്പ് അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കി പരീക്ഷിക്കാനുള്ളതല്ല എന്ന് റിപ്ലൈ കൊടുക്കുമ്പോ ഇവൾക്കത് നല്ല ഫീൽ ആവുന്നു. അപ്പൊ ഇവൻ ഒരുപാട് സമയമായിട്ട് ഫോണിൽ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ യുവിന്റെ അമ്മ ഇവനോട് നീ ആരോടാ ഈ ചാറ്റ് ചെയ്യുന്നത്, ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അല്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഷിയുനോടും അവളുടെ അമ്മ വന്ന് ഇവള് മെസ്സേജ് അയക്കുന്നത് കാണുമ്പോ ആർക്കാ ഈ മെസ്സേജ് അയക്കുന്നത്, ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോ ഇവള് ബോയ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ അമ്മ നീ നിന്റെ അങ്കിളിന് ന്യൂ ഇയർ വിഷ് അയച്ചോ എന്ന് ചോദിക്കുമ്പോഴാണ് അയ്യോ ഞാൻ മാറുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളെ പെട്ടെന്ന് അത് അയക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പൊ ഇവളുടെ അമ്മയും ഇവൾ ആരെയാണോ എന്തോ പ്രണയിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. അതിനുശേഷം ഷിയാൻ ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോ ഇവളും താങ്ക്സ് പറഞ്ഞ് അവളുടെ സാധനങ്ങളൊക്കെ എടുത്തു പോവാൻ തുടങ്ങുമ്പോ ഇവന് പെട്ടെന്ന് മനസ്സിൽ എന്തോ ഒരു വിങ്ങലായിട്ട് അവൻ ഇവളുടെ പേര് വിളിച്ച് മറ്റെന്തോ ആണ് പെട്ടെന്ന് പറയാൻ വരുന്നത്. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു വർഷമാണല്ലോ, സോ അതിന്റെ ഒരു ലക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യുമ്പോ ഇവളും തലയാട്ടുന്നു. അതിനുശേഷം ഷിയാൻ അവിടെ നിന്ന് പോകുന്നു. ഇവള് അങ്ങനെ ഒരു എൻഡിങ് ഒന്നും അല്ല ഇന്ന് ആഗ്രഹിച്ചത്, പക്ഷെ കാര്യങ്ങളിപ്പോ ഇങ്ങനെയൊക്കെയാണ് ആയിരിക്കുന്നത്. അങ്ങനെ ഇവള് അകത്ത് വന്ന് റുവോയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ടും ഷിയാൻ നിന്നെ പ്രപ്പോസ് ചെയ്തില്ല, നീയും നിന്റെ പ്രണയം തുറന്നു പറയാൻ നോക്കി, പക്ഷെ സാധിച്ചില്ല. എന്താ ഇപ്പൊ അവിടെ നടന്നത്? എന്തായാലും നീ വിഷമിക്കാതിരിക്കെ, പുള്ളിക്കാരൻ ഇതുവരെ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ, നിനക്ക് വേറെ ബോയ് ഫ്രണ്ടും ഇല്ല, അതുകൊണ്ട് ഇനിയും ചാൻസ് ഒക്കെ ഉണ്ട്. അല്ല നീ എന്താ ഇന്ന് വിഷ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ഇവളുടെ ഈ മാഗസിന്റെ കാര്യമാണ് എന്ന് പറയുന്ന സമയത്ത് റുവോ എന്താ വട്ടുണ്ടോ ഷോയി, എല്ലാവരും പ്രണയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോ നീ ഇതാണോ പോയി സാധിച്ചിട്ട് വന്നത്, പിന്നെ ഷിയാൻ എങ്ങനെയാ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഈ മാഗസിൻ പുറത്തിറക്കുന്നത് എനിക്കത്ര എളുപ്പ പണിയൊന്നും അല്ല, പക്ഷെ പ്രണയം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്ത് നേടിക്കൂടെ എന്ന് പറയുമ്പോ റുവോ ഷോയി നീ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവര് ചിന്തിക്കുന്നത്, നീ നിന്റെ മനസ്സിലൊരു കാര്യം വിചാരിക്കുന്നു, പുറത്ത് മറ്റൊന്ന് പ്രകടിപ്പിക്കുന്നു, ആർക്കാ നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഷിയാനും അതുകൊണ്ട് തന്നെയാണ് നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നിവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഷിയാനും തിരിച്ച് ഇപ്പോ ഇവന്റെ ഫാമിലി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവൻ വളരെ ശോകത്തിലാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇവന്റെ മനസ്സ് മുഴുവൻ അവളെ പറഞ്ഞ ആ ഒരു വിഷ് മാത്രമാണ്, അവളുടെ കരിയറിനെ പറ്റി മാത്രം. അപ്പോ ഇവൻ ഷോയിയെ ഓൺലൈനിൽ നോക്കുന്ന സമയത്ത് ഇവൻ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നാണ് ഇവൻ അത് കണ്ട് ചിന്തിക്കുന്നത്. പക്ഷെ മറു സൈഡിലെ ഇവള് അവനോട് ഇനി എങ്ങനെ സംസാരിക്കാം, ആ ഒരു ഡിസ്റ്റൻസ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എന്ത് പറയണം, എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. സോ ടെക്സ്റ്റ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഷിയാന്റെ ഭാഗത്ത് നിന്ന് നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ച മെസ്സേജ് വരുന്നു. അപ്പോ ഇവളും ഇല്ല ഞാൻ ഉറങ്ങിയില്ല, ഹാപ്പി ന്യൂ ഇയർ എന്ന് അയക്കുമ്പോ തിരിച്ച് ഇവനും ഹാപ്പി ന്യൂ ഇയർ അയക്കുന്നു.
അങ്ങനെ അതിനുശേഷം ഇവര് രണ്ടുപേരും പിറ്റേന്ന് ഗുവാന്റെ ഫാദറിന്റെ ആ ഒരു ക്ലബിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മുന്നേ തന്നെ ഷൂയിയെ അങ്ങോട്ട് ക്ഷണിച്ചിരുന്നതാണല്ലോ. മാത്രമല്ല ഇപ്പോ ഇവർക്ക് വെക്കേഷൻ ആണ്. സോ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഓൾറെഡി തന്നെ ഇവര് രണ്ടുപേരും ഇവിടെയുണ്ട്. അപ്പോ ഷിയാന് പുതിയൊരു ബാറ്ററി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം ഇതുവരെ ഒന്നും ശരിയായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷനെ പറ്റി ഗുവാനോട് പറയുമ്പോൾ ഗുവാൻ അവന് അടുത്തിടെ കിട്ടിയ ഒരു പെൻഡന്റ് ഇവന് എടുത്തു കൊടുക്കുന്നു. അത് സാധാരണ ഒരു പെൻഡന്റ് അല്ല, ഡ്രീം കം ട്രൂ പെൻഡന്റ്. ഈ ഒരു പെൻഡന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു തരും. നമ്മള് ബിസിനസ് ചെയ്യുന്നവരല്ലേ, ഉപകാരപ്പെട്ടാലോ എന്ന് കരുതിയാ ഞാനിത് കയ്യിൽ കൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ ഷിയാൻ ഞാൻ എന്ത് ചോദിച്ചാലും ഇത് സാധിച്ചു തരോ എന്ന് ചോദിക്കുമ്പോൾ ഗുവാനും ട്രൈ ചെയ്ത് നോക്ക്, എന്താണോ ചിന്തിക്കുന്നത് അത് നിന്റെ അടുത്തോട്ട് തന്നെ വരും എന്ന് പറയുമ്പോൾ ഷിയാൻ അവൻ ആദ്യം ചിന്തിക്കുന്നത് ഷൂയെ പറ്റി തന്നെയാണ്. അപ്പോഴേക്കും ഷൂയും റുവോയും അകത്തേക്ക് വന്ന് ഗുവാനെയും ഷിയാനെയും കാണുന്നു. അതുപോലെ തന്നെ ഗുവാനും ഷിയാനും ഇവരെ രണ്ടുപേരെയും കാണുന്നു. ഷൂയെ പെട്ടെന്ന് കാണുമ്പോൾ ഷിയാൻ വളരെ ഹാപ്പി ആവുന്നു. കാരണം അവൻ ഇപ്പോ ആ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ ഉള്ളൂ. സോ ഇതൊരു നോർമൽ സാധനമൊന്നും അല്ല എന്ന് ഇവന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ റുവോയെ കണ്ട് ഗുവാനും ഹാപ്പി ആവുന്നുണ്ട്. സോ ഇവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ഗുവാൻ അല്ല, രണ്ട് ജേർണലിസ്റ്റുമാരും ഒരുമിച്ചാണല്ലോ എത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷൂയി നിങ്ങൾ ഇവിടെ മീറ്റിംഗിലായിരുന്നല്ലേ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തോ, സോറി ഞങ്ങൾ ഇപ്പൊ തന്നെ പൊക്കോളാം എന്ന് പറയുമ്പോൾ ഷിയാൻ അത് പിടിക്കുന്നില്ല. ഇവള് വളരെ ഫോർമൽ ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോ ഗുവാൻ ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങള് ജസ്റ്റ് സംസാരിച്ചിരുന്നതാ, നിങ്ങൾ വാ ഇവിടെയൊക്കെ ചുറ്റി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വിളിക്കുന്നു. റുവോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത്. റുവോയുടെയും ഗുവാന്റെയും റിലേഷൻഷിപ്പ് വളരെ പേഴ്സണൽ ആയിട്ട് ഉള്ളതാണല്ലോ. അത് കൺഫേം ആയിട്ടില്ല എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ അവര് വളരെ പരിചയമുള്ള രീതിയിലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോ ഷൂയി ഷിയാനെ നോക്കുന്ന സമയത്ത് അവൻ വളരെ ജാടയിലും ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളും പേടിച്ച് അവനോട് ഒന്നും മിണ്ടാതെ മുന്നോട്ട് പോകുന്നു. എന്നാൽ അതേ സമയം തന്നെ ഈ ചീഫും ഈ ഗുവാൻ ചെന്നും അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അവരവിടെ ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ ആയിട്ട് എത്തിയതാണ്. പക്ഷെ ഇവരകത്തേക്ക് വരുമ്പോ അവിടെ ഷൂയി നിൽക്കുന്നത് ഇവരെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനോട് നമുക്ക് ഈ വഴി പോണ്ട, അവരവിടെ ഫൺ ചെയ്യല്ലേ, നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാല് അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ എന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് പുള്ളിക്കാരിക്ക് അത്ര കോൺഫിഡൻസ് പോരാ എന്ന്. ഈ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മറ്റാർക്കും അറിയില്ലല്ലോ, വളരെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തന്റെ സ്റ്റാഫിന്റെ മുന്നിൽ അത് റിവീൽ ചെയ്യാൻ ഇവര് ഒന്ന് പേടിക്കുന്നു. സോ ഇദ്ദേഹവും അത് മനസ്സിലാക്കി എങ്കിൽ പിന്നെ നമുക്ക് പുറകിലൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ ഗുവാനും ഷൂയിയോട് ഇവള് അവന്റെ ഫാദറിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഷിയാനെ പോലെ ഒരാളെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രയും ബ്രില്യന്റ് ആയിരിക്കണം. ഞാനും അടുത്തിടെ ഒരു ഇന്റർവ്യൂ കൊടുത്തു, പക്ഷെ അതിനു വേണ്ടി ഞാൻ യോഗ്യനൊന്നും അല്ല എന്ന് സംസാരിച്ചിട്ട് ഇവരെ അകത്തോട്ട് ക്ഷണിക്കുന്നു. ഷൂയി അപ്പം നോക്കുമ്പോഴും ഷിയാൻ ഒരു മൈൻഡും ഇല്ലാതെ വളരെ ഗൗരവത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവള് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഷൂയി ഇവനോട് വന്ന് മിണ്ടാത്തതിലാണ് ഇവൻ ചാട കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ തന്നെ ഇവർക്കിടയിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് വന്നല്ലോ. അപ്പൊ ഗുവാൻ ഇവർക്ക് ഹോഴ്സ് റൈഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കുതിരകളെ പുറത്തിറക്കുന്നു. ആ ഒരു സമയത്ത് ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഷിയാൻ നേരെ ഷോയോട് ചെന്ന് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത് എന്ന രീതിയിൽ പിടിച്ച് ഇവളെ വരട്ടുന്നു. അപ്പൊ ഗുവാൻ എന്താടാ നീ തമാശ കളിക്കാണോ, ഇത് നിന്റെ ഫ്രണ്ട് അല്ലേ, നിന്റെ ഫ്രണ്ടായ സ്ഥിതിക്ക് എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഇവിടെ വരുന്നതിൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ ആരെ ഫ്രണ്ട്, അല്ല അതിന് നമ്മളെപ്പോഴാ ഫ്രണ്ട്സ് ആയത് എന്ന് ഇവൻ ഗുവാനോട് പോലും ചോദിക്കുന്നു. അപ്പൊ ഷൂയി അതെ അതെ നമുക്ക് പരസ്പരം അറിയില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങളായിട്ട് ആരെയും ശല്യം ചെയ്യുന്നില്ല, പൊക്കോളാം എന്ന് പറയുമ്പോൾ ഗുവാൻ എന്റെ അച്ഛൻ ഓൾറെഡി തന്നെ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളതല്ലേ, പിന്നെ നിങ്ങൾ എങ്ങനെയാ അന്യരാകുന്നത്, ഇവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവരെ രണ്ടുപേരെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഷൂയിയും നല്ല അഹങ്കാരത്തിൽ തന്നെ ഷിയാന്റെ മുന്നിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ ഗുവാൻ അവരെ അകത്താക്കിയിട്ട് ഇവനോട് വന്ന് നിനക്ക് എന്താ പറ്റിയത്, അവര് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇറങ്ങിയതല്ലേ, ഷൂയി നിന്റെ നല്ലൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത വ്യക്തിയല്ലേ, ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അവർ ഇറങ്ങി വരുമ്പോ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, നേരെ പെരുമാറിക്കോണം എന്ന് പറയുമ്പോ ഷിയാൻ ഇവനെ മൈൻഡ് പോലും ചെയ്യാതെ നേരെ അകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ അകത്ത് ഇവര് രണ്ട് റൂമിലായിട്ട് നിന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കിക്കൊണ്ട് നിൽക്കാണ്. അപ്പോ ഷിയാൻ പുറത്തു വരുമ്പോ ഇവരെ രണ്ടുപേരും അവനെ കാണുന്നില്ല. സോ റുവോ ഷൂയോട് സംസാരിക്കുന്നത് ഷിയാന് എന്തോ ഒരു പരിഭവം ഉള്ളിൽ കിടക്കുന്നുണ്ട്, ചിലപ്പോ നീ ഇങ്ങോട്ട് പറയാതെ വന്നതുകൊണ്ടായിരിക്കും, മനുഷ്യനല്ലേ പരിഭവം കാണും, അതുകൊണ്ടായിരിക്കും, അല്ലാണ്ട് പുള്ളിക്കാരൻ നിന്നെ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്, നീ കുറച്ച് ശൃംഗാരമൊക്കെ കാണിച്ച് പുള്ളിക്കാരനെ വളച്ചെടുക്ക്, പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ മാറ്റിയെടുക്ക്, അല്ലാണ്ട് പുള്ളിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഷിയാന്റെ കൈ അവിടെയുള്ള ഒരു കീല് തട്ടിയിട്ട് ശബ്ദം ഉണ്ടാവുന്നു. സോ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നു പുറത്ത് ആരോ ഉണ്ടെന്ന്.
മാത്രമല്ല ഗുവാൻ നോക്കുമ്പോ ഷിയാൻ അകത്ത് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഷിയാന്റെ പേരെടുത്ത് വിളിക്കുമ്പോ ഷിയാൻ ഇവനോട് മിണ്ടാതെ അവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഗുവാനും ആ ഒരു ഡോർ അടച്ചിട്ട് ഇറങ്ങി പോകുന്നു. പക്ഷെ ഇവര് വിചാരിക്കുന്നത് ഷിയാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോ ഇറങ്ങിപ്പോയി എന്നാണ്. അതുകൊണ്ട് തന്നെ റുവോ ഷൂയിയോട് എടി പുള്ളിക്കാരനെല്ലാം കേട്ടെന്നാ തോന്നുന്നത്, നമ്മളെ പറഞ്ഞതിനെ ഏത് രീതിയിൽ എടുത്തെന്ന് ആർക്കറിയാം, നീ വന്നേ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുമ്പോ ഇവള് വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, പുള്ളി കേട്ടത് മാത്രമാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വിശ്വസിച്ചോട്ടെ, അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണോന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിക്കട്ടെ. ചിലരോട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോ അവര് ആഗ്രഹിക്കുന്നത് മാത്രമായിരിക്കും വിശ്വസിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ഥാനം ചിലപ്പോ അവർക്ക് നമ്മളോട് ഉണ്ടാവില്ല. ഷിയാനെ ഇപ്പോഴും എനിക്കറിയില്ല, ചിലപ്പോ തോന്നും എന്നോട് ഒരുപാട് അടുത്താണുള്ളതെന്ന്, പക്ഷെ ഉടനെ തന്നെ ഒരുപാട് അകലെയാണെന്ന് തോന്നും എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ റുവോ അവിടെ ഷിയാനെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് ഷൂയെ വിളിച്ച് അവള് സംസാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷിയാൻ കണ്ണു കാണിച്ച് ഇവളോട് മിണ്ടരുത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ റുവോയും അവര് സംസാരിക്കട്ടെ എന്ന് കരുതി മാറിക്കൊടുക്കുന്നു. അപ്പോ ഇവള് പുറത്തു വരുമ്പോ ഇവളുടെ സ്കാർഫ് നേരെയല്ല ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗുവാൻ തന്നെ അത് റെഡിയാക്കി കൊടുക്കുന്നു. അപ്പോ റുവോ പോയതിനു ശേഷം ഷിയാൻ നേരെ ഷൂയുടെ ആ ഒരു റൂമിലേക്ക് വന്ന് അവളുടെ ബെൽറ്റ് ഇട്ടുകൊണ്ട് നിൽക്കായിരുന്നു. ഇവളെ പെട്ടെന്ന് ഇവനെ കണ്ട് നല്ലതുപോലെ ഷോക്ക് ആവുന്നു. ഒന്നും പറയാനോ അനങ്ങാനോ പോലും പറ്റുന്നില്ല. എന്നിട്ട് ഷിയാൻ തന്നെ ഇവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബെൽറ്റ് വാങ്ങി അവൾക്ക് ഇട്ടുകൊടുക്കുന്നു. എന്നിട്ട് ഇവളെ ടൈറ്റ് ആയിട്ട് പിടിച്ച് ഇന്നലെ വരെ നമ്മൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നവരല്ലേ, ഇന്ന് കണ്ടപ്പോ എന്താ നിനക്ക് എന്നെ അറിയില്ലേ, ഇത്രയ്ക്ക് സ്ട്രേഞ്ചർ ആയോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഷൂയി ഒന്നും മിണ്ടുന്നില്ല. ഇവള് പറഞ്ഞതൊക്കെ ഇവൻ കേട്ടോ ഇല്ലയോ എന്ന് ഇവൾക്ക് അറിയാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഇവൻ എന്തെങ്കിലും പറ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കവളിൽ പിടിച്ച് ഞെരടുന്നു. എന്നിട്ട് ഷിയാൻ അവിടെ നിന്ന് പോകുന്നു. ഇവൾക്ക് അപ്പോഴും ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല. അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞതിന്റെ ഉദ്ദേശവും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇവര് രണ്ടുപേരും ഒരു കുതിരയായിട്ട് പോകുന്നു. മറ്റേതിനെ ഷിയാനും ഷോയ്ക്കും നൽകുന്നു. റോയ്ക്ക് ഗുവാൻ തന്നെ ആ ഒരു ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വളരെ റിലാക്സ് ചെയ്തിട്ടാണ് ഗുവാൻ കൊണ്ടുപോകുന്നത്. അപ്പോ റോ ഇവനോട് അല്ല നിനക്കെന്താ ഹോഴ്സ് റൈഡിങ്ങിനോട് ഇത്ര താല്പര്യം എന്ന് ചോദിക്കുമ്പോ ഇവൻ ആ ഒരു സമയത്ത് ഫ്ലൈ ചെയ്യുന്ന പോലെയാണല്ലോ ഫീൽ ആവുന്നത്, അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഫ്രീഡം തന്നെയാണ് തനിക്ക് തരുന്നത്, അതുകൊണ്ടാണ് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോ ഇവളും എനിക്കും ഫ്രീഡം ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്ന സമയത്ത് ഗുവാൻ അവളോട് എങ്കിൽ പിന്നെ നീ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നു. സോ അങ്ങനെ ഒരു വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെയാണ് ഇപ്പോ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഷിയാൻ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ ഷോയി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ നല്ലതുപോലെ തന്നെ പേടിക്കുന്നുണ്ട് കുതിരപ്പുറത്ത് കയറാൻ. കാരണം മുന്നേ ഉള്ള ഇവളുടെ അനുഭവം വളരെ വലുതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഷിയാൻ ഇവളോട് കുതിരപ്പുറത്ത് കയറാൻ പറയുമ്പോ ഇവള് വേണ്ട കുഴപ്പമില്ല, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, എനിക്ക് ഈ കുതിരപ്പുറത്തൊന്നും കയറണ്ട എന്ന് പറയുമ്പോ പക്ഷേ ഇവൾക്ക് കയറിയേ പറ്റൂ എന്നൊരു സാഹചര്യം വരുമ്പോ ഇവളും കയറുന്നു, ഇല്ലെങ്കിൽ ഇവളെ എടുത്ത് കയറ്റും. സോ ഷിയാനും അവളോടൊപ്പം കയറി അന്നത്തെ പോലെ വളരെ ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല കാമായിട്ട് ഇവളെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇവര് രണ്ടു കൂട്ടരും ഓരോ സൈഡില് ഓരോ റൗണ്ട് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പോ ആദ്യം ഇവൾ ആ ഒരു കുതിരപ്പുറത്ത് കയറിയപ്പോ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും കാര്യമൊന്നും ഇപ്പോ ഇല്ലല്ലോ. ആ കുതിരയും വളരെ നന്നായിട്ട് സഹകരിച്ചത് കൊണ്ട് തന്നെ ഇവളത് പറയുമ്പോ ഷിയാൻ ഇവളോട് അത് പിന്നെ നിന്നെയാന്ന് ഇത് ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്, അതുകൊണ്ടാ, ഇപ്പൊ രണ്ടാമത് കാണുന്നുണ്ടാ കുഴപ്പമൊന്നും ഇല്ലാത്തത്, അതവിടെ നിൽക്കട്ടെ, നീ അന്ന് എന്നെ ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ നീ വളരെ ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നത്, പക്ഷെ പോക അതങ്ങനെ ആയിരുന്നില്ല, എന്തുകൊണ്ടാ അതങ്ങനെ സംഭവിച്ചത്, അതെന്തുകൊണ്ടാ നീ എന്നോട് ക്ലോസ് ആയത് എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവര് രണ്ടുപേരും ആ ഒരു റൂമിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഷിയാൻ കേട്ടു എന്ന്. അതുകൊണ്ട് തന്നെ ഇവള് അത് പിന്നെ നിങ്ങള് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നില്ലേ, മീഡിയയുടെ മുന്നിൽ വരാത്ത ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉള്ള വ്യക്തി, സോ അതിന്റേതായിട്ടുള്ള ഒരു പേടിയും അകൽച്ചയും എനിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഷിയാൻ അപ്പോ പിന്നീട് അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.